റോമർക്ക് എഴുതിയ ലേഖനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 30 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുകയുണ്ടായി. ഇന്ന് 31 മുതലുള്ള ചില വാക്യങ്ങൾ നമുക്ക് പഠിക്കാം. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ. അപ്പോൾ ഈ വാക്യത്തെ തുടർന്നുള്ള വാക്യങ്ങളെ നമ്മൾ വിശദീകരിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ വിശദീകരിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഇതാരെ സംബന്ധിച്ചാണ് എന്നുള്ളത് ഇതിൻ്റെ മുകളിലുള്ള വേദവാക്യങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് സംബന്ധിച്ച് എന്ന് പറയുമ്പോൾ ഏത് സംബന്ധിച്ചാണ് എന്നുള്ള ചോദ്യം അവിടെ ഉദിക്കുന്നുണ്ട്. അതായത് ദൈവം കുറേ ആളുകളെ വിളിച്ചു, വേർതിരിച്ചു, അവർക്ക് ദൈവാത്മാവിനെ പകർന്നു നൽകി, അവർക്ക് പ്രത്യാശ നൽകി. ദൈവം അവരെ തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകാനായിട്ട് മുൻനിയമിച്ചു, അവരെ നീതീകരിച്ചു, അവരെ തേജസ്കരിക്കുകയും ചെയ്തു. ആത്മീയമായി നാം ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്നത് കൊണ്ട് ആത്മീയമായി നാം തേജസ്കരിച്ചു എന്നോ സ്വർഗ സ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു എന്നോ നമുക്ക് നമ്മെക്കുറിച്ച് പറയുവാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചാണ് തുടർന്ന് താഴോട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം. നമുക്കറിയാമല്ലോ, 28-ാമത്തെ വാക്യത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്. അപ്പോൾ പലപ്പോഴും ഇന്ന് നമുക്ക് ലോകത്തിൽ കാണുന്നതായിട്ടുള്ള ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ, ഇവിടെ മുൻപ് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള രീതിയിലുള്ള ഒരു വീണ്ടും ജനനമോ പ്രത്യാശയോ അല്ലെങ്കിൽ ആത്മാവിനെ അനുസരിച്ചുള്ള ജീവിതം ഇല്ലാത്തതുമായിട്ടുള്ള ആളുകൾ, അവര് ഈ വാക്തത്വങ്ങളൊക്കെ അവർ അവകാശപ്പെടുത്തുന്നത്, അത് അവരുടെ അവകാശമായിട്ട് അവർ പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ അങ്ങനെ നമുക്ക് അവകാശപ്പെടാനായിട്ട് കഴിയില്ല. ആത്മാവ് ഉള്ള ആളുകൾ, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർ, അവരിലാണ് ദൈവാത്മാവ് അവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത്. അവരെയാണ് യഥാർത്ഥത്തിൽ നീതീകരിക്കപ്പെട്ടവരായിട്ട് നാം കാണുന്നത്. അവർക്കാണ് ആ പ്രത്യാശയിലേക്ക് നോക്കിക്കൊണ്ട് അവർ യാത്ര ചെയ്യുന്നത്, ആത്മീയ ജീവിത യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയെല്ലാം ഉള്ള ആളുകളെയാണ് ഇവിടെ നാം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? അവിടെ നാം എന്ന് പറയുന്ന വാക്ക് കേവലം എല്ലാവർക്കും വളരെ ലാഘവത്തോടു കൂടി എടുക്കാൻ പറ്റുന്നതായിട്ടുള്ളൊരു വാക്കല്ല. എന്നാൽ ഇന്ന് അനേകം ആളുകളും ഇങ്ങനെയുള്ള യാതൊരുവിധ ജീവിത മാതൃകകളോ ശൈലികളോ ദൈവഭയമോ ഒന്നുമില്ലാത്ത ആളുകൾ, ഒരു ക്രിസ്തീയ ഭവനത്തിൽ ജനിച്ചു, കുറേയൊക്കെ ദൈവവചനം അറിയാം എന്നുള്ളതിൽ കവിഞ്ഞ് ഒന്നുമില്ലാത്തതായിട്ടുള്ള ആളുകൾ ഈ പറഞ്ഞതായ എല്ലാ ദൈവിക വാക്തത്വങ്ങളും അവർക്ക് വേണ്ടി അവകാശമാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവകാശപ്പെടുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അങ്ങനെ അവകാശപ്പെടാനായിട്ട് ഒരിക്കലും സാധിക്കുകയില്ല. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ. ഇവിടെ നമുക്കറിയാം, ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ പ്രതികൂലം നിൽക്കുവാനായിട്ട് ലോകത്ത് ആർക്കും സാധിക്കുകയില്ല. കാരണം എന്താ? ദൈവത്തോട് തുലനം ചെയ്യാവുന്നതായിട്ടുള്ള ഒരു വ്യക്തിയും ശക്തിയും ഇന്ന് ലോകത്തില്ല. സർവജ്ഞാനിയും സർവവ്യാപിയും അതുപോലെ തന്നെ സർവശക്തനുമായിട്ടുള്ള ദൈവത്തോട് മല്ലടിച്ച് ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് നമ്മെ മാറ്റുവാനായിട്ട് കഴിയുന്ന ഒരു ശക്തിയും ഇന്ന് ലോകത്തിൽ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ എന്ന് ചോദിക്കുന്നതായിട്ടുള്ള കാര്യം. പലപ്പോഴും നാം ചിന്തിക്കുന്നതായിട്ടുള്ള ചിന്ത എന്ന് പറയുന്നത്, മനുഷ്യർ പലപ്പോഴും നമുക്ക് അനുകൂലമായിട്ടുണ്ട് എന്ന് വന്നാൽ ഈ ദൈവം അനുകൂലമായിരിക്കുന്നതിനേക്കാൾ ഒരു ആശ്വാസം പൊതുവെ ആളുകൾക്ക് ഉണ്ടാവാറുണ്ട്. പൊതുവെ ആളുകളെ സംബന്ധിച്ചിടത്തോളം കാണുന്ന കാര്യങ്ങളിലുള്ള ആശ്രയവും പ്രത്യാശയും അതിലുള്ള ആശ്വാസവുമാണ് യഥാർത്ഥത്തിൽ ആളുകൾക്ക് കൂടുതൽ അർത്ഥവത്തായി തോന്നുന്നത്. എന്നാൽ അതൊരിക്കലും ശരിയല്ല. ദൈവമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ആശ്രയവും ആശ്വാസവും നമ്മുടെ ബലവും എന്ന് പറയുന്നത്. നാം മനുഷ്യനിലേക്ക് നോക്കുമ്പോൾ ഒരുപക്ഷെ മനുഷ്യൻ നമ്മെ അവൻ്റെ പരിധികൾക്കും പരിമിതികൾക്കും ഉള്ളിൽ നിന്നുകൊണ്ട് പല കാര്യങ്ങളും നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. എന്നാൽ നാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നോക്കിയാൽ ദൈവം മനുഷ്യരിലൂടെയും അപൂർവമായിട്ടുള്ള സന്ദർഭങ്ങളിൽ ദൈവം നേരിട്ട് അത്ഭുതകരമായും
തൻ്റെ മക്കളുടെ കാര്യത്തിൽ ഇടപെടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നാം മനുഷ്യരിലേക്ക് നോക്കി ജീവിക്കുന്നതും ദൈവത്തിങ്കിലേക്ക് നോക്കി ജീവിക്കുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. മനുഷ്യനിൽ ആശ്രയിക്കുന്ന ആള് നിരാശപ്പെടും. കാരണം നമുക്കറിയാമല്ലോ, മനുഷ്യനിലുള്ളത് ഇത്രയുമേ ഉള്ളൂ. എന്നാൽ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ അതിനെതിര് നിൽക്കാനായിട്ട് ആർക്കും കഴിയുകയില്ല. ഒരു ഉദാഹരണത്തിന്, ദൈവം നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ തീരുമാനിച്ചാൽ, വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിനെ തടയുവാൻ കഴിയുന്ന ഒരു ശക്തിയും ഇന്ന് ലോകത്തില്ല. ഇനി ദൈവം ഒന്ന് തടഞ്ഞാൽ അതിനെ തരാനായിട്ട് ഈ ലോകത്തിൽ ഒരു വ്യക്തിക്കും കഴിയില്ല. ദൈവം തരാൻ തീരുമാനിച്ചാൽ തടയുവാനായിട്ട് ആർക്കും കഴിയുകയില്ല. ദൈവം ബ്ലോക്ക് ചെയ്താൽ തരുവാനായിട്ടും ആർക്കും കഴിയുകയില്ല. അതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ് ഒരു സാമാന്യ ബുദ്ധിയും ബോധവുമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭൂഷണം അല്ലെങ്കിൽ നല്ലത് എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ ദൈവം നമുക്ക് അനുകൂലമാകുന്നത് ഏത് കാര്യത്തിലാണ് എന്ന് ചോദിച്ചാൽ, നമ്മെ സംബന്ധിക്കുന്നതായ മുൻ നിയമനം എന്ന് പറയുന്നത് തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുക എന്നുള്ളതായ മുൻ നിയമനമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അതിലേക്കാണ് നമ്മെ എല്ലാവരെയും ദൈവം ക്ഷണിച്ചിരിക്കുന്നത്, നമ്മെ നടത്തുന്നത്. നമ്മളുടെ ജീവിതത്തിലുള്ള ദൈവിക പരിപാടി എന്ന് പറയുന്നത് തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് നമ്മെ അനുരൂപപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ്. ഇതാണ് അതിൻ്റെ ആത്മീകമായിട്ടുള്ള വശം. അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം, അപ്പസ്തോലനായ പൗലോസും മറ്റ് അപ്പസ്തോലന്മാരും ഒക്കെ സഭകൾക്ക് വേണ്ടിയും വിശ്വാസികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനകളെല്ലാം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് സഭകളുടെയും സഭകളിൽ അംഗമായിരിക്കുന്ന വിശ്വാസികളുടെയും ആത്മീകമായിട്ടുള്ള വിഷയങ്ങൾ മാത്രമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. കൊലോസ്യ ലേഖനത്തിലും ഫിലിപ്പി ലേഖനത്തിലും എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിലും ഒക്കെ നമുക്ക് പൗലോസ് അപ്പോസ്തലന്റെ പ്രാർത്ഥനകളെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. അവിടെയൊന്നും മനുഷ്യൻ്റെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിക്കുന്നതായിട്ടുള്ള പ്രാർത്ഥനകൾ ഇല്ല എന്ന് തന്നെ പറയാം. ഒന്നുമേ ഇല്ല. നമ്മളെ സംബന്ധിക്കുന്ന ദൈവിക പരിപാടി യഥാർത്ഥത്തിൽ ഈ ലോകത്തിൽ അടിസ്ഥാനപ്പെട്ടിട്ടുള്ളതല്ല, അത് നിത്യതയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടിയാണ്. കാരണം നമ്മൾ നിത്യരാണ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നിത്യമാണ്. ഇപ്പം നരകത്തിലേക്ക് പോകുന്നവർക്ക് പോലും അവിടെയും ഒരു നിത്യതയുണ്ട്. അത് നിത്യമരണമാണ് എന്ന് മാത്രമേ ഉള്ളൂ. നിത്യമായ ദൈവത്തിൽ നിന്നുള്ള വേർപാട് എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം യഥാർത്ഥത്തിൽ നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിൻ്റെ ഒരു കാലഘട്ടം മാത്രമാണ്. നമുക്ക് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ ഇവിടെ നിന്നും മാറ്റപ്പെട്ടതിന് ശേഷം ഒരു നിമിഷം പോലും നമുക്കില്ല. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യന് നിശ്ചയിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ലോകത്തിൽ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാനായിട്ടുള്ള സമയങ്ങളാണ് ദൈവം തന്നിരിക്കുന്നത്. ആ ഒരുക്കമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് അതിനുവേണ്ടി ദൈവം നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രതികൂലം നിൽക്കാനായിട്ട് ആർക്കും സാധിക്കുകയില്ല എന്നുള്ളതാണ്. അതായത് തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ ദൈവം നമ്മെ മുൻനിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചു, അവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. അപ്പോൾ ഇനി നമ്മെ സംബന്ധിച്ച് ദൈവം ആരംഭിച്ചതായിട്ടുള്ള പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു താൽക്കാലിക പ്രോഗ്രാം അല്ല, ഈ ലോകത്തിൽ ഒതുങ്ങുന്നതായിട്ടുള്ളൊരു പ്രോഗ്രാമല്ല, അതൊരു നിത്യമായ പ്രോഗ്രാമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെതിരെ നിൽക്കുവാനായിട്ട്, അതിന് പ്രതികൂലം നിൽക്കുവാനായിട്ട് ഈ ലോകത്തിൽ ഒന്നിനും കഴിയില്ല എന്നുള്ളതാണ്. കാരണം എന്താ? ദൈവമാണ് നമുക്ക് അനുകൂലമായിട്ട് നിന്നിരിക്കുന്നത്. ദൈവം അനുകൂലം നിന്നാൽ പ്രതികൂലമായിട്ട് ആർക്കും നിൽക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അടുത്ത വാക്യം പറയുന്നത്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? അപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി തന്നു. അതിനേക്കാൾ വലിയ ഒരു കാര്യം മറ്റൊന്നുമില്ല. ഈ ലോകത്തിൽ ദൈവം സ്വന്തം പുത്രനെ ആദരിക്കാതെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നുവെങ്കിൽ അതിനേക്കാൾ വലിയ ഒരു കാര്യമില്ല എന്ന് മാത്രവുമല്ല, അവിടെ അർത്ഥമാക്കിയിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുക എന്നുള്ളതാണ്. അത് ഇടയ്ക്ക് വെച്ച് ദൈവം ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ദൈവത്തിന് ഉപേക്ഷിക്കുവാനായിട്ട് കഴിയുകയില്ല.
ദൈവമായിട്ട് അത് ഉപേക്ഷിക്കില്ല എന്നുള്ളതാണ്. അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ എന്ന് ചോദിച്ചാൽ ഈ വാക്യത്തെ വളരെയേറെ തെറ്റായി പഠിപ്പിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ സകലവും എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഭൗതികമായിട്ടുള്ള അനുഗ്രഹങ്ങളാണ് അല്ലെങ്കിൽ താല്പര്യങ്ങളാണ് എന്ന് പഠിപ്പിക്കുന്നതായിട്ടുള്ള ആളുകളാണ് ഏകദേശം 95%. എന്നാൽ ഈ സകലവും നമുക്ക് നൽകാതിരിക്കുമോ എന്ന് ചോദിച്ചാൽ തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ നമുക്ക് എന്തെല്ലാം വേണമോ, എന്തെല്ലാം കൃപകൾ നമുക്ക് വേണമോ അതെല്ലാം ദൈവം നമുക്ക് ഈ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് നൽകും എന്നുള്ളതാണ്. അതിനെ ഉറപ്പാക്കുന്നതാണ് അടുത്ത വാക്യം. ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും, നീതിയിരിക്കുന്നവൻ ദൈവം ശിക്ഷ വിധിക്കുന്നവനാർ. ഇവിടെ എങ്ങും ഭൗതികമായിട്ടുള്ള അനുഗ്രഹങ്ങളെ സംബന്ധിക്കുന്ന യാതൊരു സൂചനയുമില്ല. അപ്പം ഈ സകലവും എന്ന് പറഞ്ഞാൽ നമ്മുടെ നിത്യതയിലേക്ക് നമ്മളെ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി നമുക്ക് എന്തെല്ലാം നമുക്ക് നമ്മുടെ ജീവിത വിശുദ്ധീകരണത്തിനും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നാം ചേർക്കപ്പെടുന്നതിനും വേണ്ടി എന്തെല്ലാം നമുക്ക് വേണമോ അതെല്ലാം ഈ കർത്താവിനെ തന്നതുകൊണ്ട് അവനോടുകൂടി തന്നേ പറ്റൂ. അതല്ല എങ്കിൽ ദൈവം വഴിക്കിട്ട് പോകുന്ന ദൈവമാണ് എന്ന് പറയേണ്ടി വരും. അങ്ങനെ ഒരു ദൈവമല്ല നമ്മുടെ ദൈവം എന്നറിയാമല്ലോ. തൻ്റെ പുത്രനെ ഏൽപ്പിച്ചു തന്നു എന്നുള്ളതിനേക്കാൾ വലിയൊരു കാര്യം ഇനി ലോകത്ത് ചെയ്യുവാനായിട്ടില്ല, ഒരു മനുഷ്യന് വേണ്ടിയും ചെയ്യുവാനായിട്ട് ഇല്ല. ഇന്ന് അനേകം ആളുകളുടെയും സാക്ഷ്യങ്ങൾ കേട്ടാൽ അവർ സാക്ഷ്യം പറയുമ്പോൾ ഈ ലോകത്തിൽ അവർക്ക് കിട്ടിയതായിട്ടുള്ള വളരെ വലിയ നന്മകളെക്കുറിച്ചുള്ളതായിട്ടുള്ള സാക്ഷ്യങ്ങൾ അവർ പറയും. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനെ നമുക്ക് വേണ്ടി നൽകി ആ പാപത്തിൻ്റെ ചെളിയിൽ നിന്ന് നമ്മെ വീണ്ടെടുത്ത് ദൈവപുത്രന്മാരാക്കി നമ്മളെ തീർത്തു, പുത്രിമാരാക്കി തീർത്തു, ഒരു വലിയ ദൈവിക പരിപാടി നമ്മളിൽ ആരംഭിച്ചു. അതിൻ്റെ ഒരു സമാപ്തി എന്ന് പറയുന്നത് കർത്താവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ അതല്ല എങ്കിൽ നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പിൽ നാം അവൻ്റെ സ്വരൂപത്തോട് അനുരൂപമായി തീരും എന്നുള്ളതാണ്. അപ്പോൾ കർത്താവിനെ നമുക്ക് നൽകിയിട്ട്, സ്വന്തം പുത്രനെ നമുക്ക് നൽകിയിട്ട് ആ നിത്യതയിലേക്കുള്ള അല്ലെങ്കിൽ സ്വരൂപത്തോട് അനുരൂപരാകുവാനായിട്ടുള്ള മുൻനിർണയത്തിന് വേണ്ടുന്നതായിട്ടുള്ള എല്ലാം ദൈവം നമുക്ക് അവനോട് കൂടെ നൽകും. അതെന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഈ ലോകത്തിൽ ദൈവപ്രസാദകരമായി ജീവിക്കുന്നതിന് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ സാധ്യതകളും ദൈവം നമുക്ക് കർത്താവിനെ തന്നതോടുകൂടി നമുക്ക് തന്നിട്ടുണ്ട്. അത് പല കാര്യങ്ങളുണ്ടെന്ന് നമുക്കറിയാമല്ലോ. ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ആത്മാവ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ ഒരു മനുഷ്യനിലേക്ക് ദൈവം കൊടുക്കുന്നതായിട്ടുള്ള ആത്മാവും ആത്മാവിൻ്റെ ശക്തിയും, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളൊരു കാര്യം. പിന്നെ സഭ എന്ന് പറയുന്നത്, സഹോദരങ്ങൾ, സഭ എന്ന് പറയുന്നത് നമ്മുടെ ഈ പൂർണ്ണതയിലേക്കുള്ള ജീവിതത്തിന് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ്. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുവിൻ, നിങ്ങൾ അതിനായിട്ട് അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുവിൻ എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ദൈവം തൻ്റെ ആത്മാവിനെ നമ്മളുടെ ഹൃദയങ്ങളിൽ തരികയും അങ്ങനെ ആത്മാവ് ലഭിച്ചവരായിട്ടുള്ള സഹോദരവർഗത്തെ നമ്മുടെ ഉത്സാഹത്തിനും ആശ്വാസത്തിനുമായിട്ട് നമുക്ക് നൽകുകയും ചെയ്തിരിക്കുന്നത് നമ്മളിൽ ഈ ദൈവിക പരിപാടി പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ജീവനും ഭക്തിക്കും വേണ്ടി ഇതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്നാണ് നാം പത്രോസ് എഴുതിയ ലേഖനത്തിൽ അത് സംബന്ധിച്ച് വായിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മെ സംബന്ധിക്കുന്നതായിട്ടുള്ള ആത്യന്തിക ദൈവിക പരിപാടി പൂർത്തിയാക്കുന്നതിന് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം തൻ്റെ പുത്രനെ തന്നു, അതോടുകൂടി നമുക്ക് നൽകും. നൽകിയാൽ മാത്രമേ ഈ ദൈവിക പരിപാടി പൂർത്തിയാകുകയുള്ളൂ. ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും, നീതീകരിക്കുന്നവൻ ദൈവം ശിക്ഷ വിധിക്കുന്നവനാർ. അത് ലളിതമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് തെറ്റിദ്ധാരണപരമായിട്ടുള്ള പഠനങ്ങളോ പഠിപ്പിക്കലുകളോ ഒന്നുമില്ല എന്ന് നമുക്കറിയാം. കാരണം ദൈവം ഒരാളെ കുറ്റവിമുക്തനാക്കിയാൽ അദ്ദേഹത്തെ പിന്നെ കുറ്റം ചുമത്താനായിട്ട് ആർക്കും കഴിയുകയില്ല. അദ്ദേഹത്തിൽ കുറ്റമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ദൈവം നീതീകരിച്ചു എന്നുള്ളത് കൊണ്ടും അവൻ ക്രിസ്തുവിൽ വസിക്കുന്നു എന്നുള്ളത് കൊണ്ടുമാണ് ദൈവികമായിട്ടുള്ള ക്രിസ്തുവിലുള്ള നീതി നമുക്ക് ലഭിക്കുന്നു. ക്രിസ്തുവിൽ വസിക്കുന്നവർക്ക് ക്രിസ്തുവിലുള്ള നീതി ലഭിക്കുന്നു എന്നുള്ള കാര്യം കൊണ്ടാണ് നമ്മെ കുറ്റം വിധിക്കുവാനായിട്ട് മറ്റാർക്കും കഴിയുകയില്ല എന്ന് പറയുന്നത്. നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ. ദൈവം നീതീകരിച്ചു കഴിഞ്ഞാൽ ശിക്ഷ വിധിക്കുവാനായിട്ട് ഈ ലോകത്തിൽ ആർക്കും കഴിയുകയില്ല. അത് ദൈവത്തിന് മാത്രമാണ് അതിനെക്കുറിച്ച്, ശിക്ഷയെക്കുറിച്ച് പിന്നെ പറയുവാനായിട്ടുള്ളൂ. ദൈവം തന്നെ നീതീകരിച്ച ആളുകളെ ആ ക്രിസ്തുവിലാണ് നമ്മുടെ നീതി എന്നുള്ളത് കൊണ്ട് ക്രിസ്തുവിൽ വസിക്കുന്നിടത്തോളം കാലം നമ്മൾ ആ ശിക്ഷയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചിട്ടുള്ള ആളുകളാണ്. ഈ റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലും നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. ആകയാൽ
ക്രിസ്തുവേശുവിലുള്ളവർക്ക് ജഡത്തെ അല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അപ്പോൾ എന്തെങ്കിലും വിശ്വസിച്ചവരിലോ എന്നെങ്കിലും ഒരിക്കൽ വിശ്വസിച്ചവരിലോ അല്ല, മറിച്ച് ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നവർക്ക് എന്ന് വെച്ചാൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് പറഞ്ഞാൽ അവരെ ശിക്ഷ വിധിക്കാനായിട്ട് മറ്റൊരു വ്യവസ്ഥ അല്ലെങ്കിൽ മറ്റൊരു സംവിധാനം ഇല്ല. ദൈവമാണ് നീതീകരിച്ചിരിക്കുന്നത്. ക്രിസ്തുയേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ശിക്ഷ വിധിക്കുവാനായിട്ട് ആളില്ലാത്തത് എന്ന് ചോദിച്ചാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച് പഠിക്കുകയുണ്ടായി, നമ്മളിലുള്ള പരിശുദ്ധാത്മാവ് നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് തുണ നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു നമ്മുടെ ഹൃദയത്തിൽ. അതോടൊപ്പം തന്നെ നാം ക്രിസ്തുവിൽ വസിക്കുമ്പോൾ മരിച്ച് ഉയർത്തെഴുന്നേറ്റവനായി ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് നാം അഥവാ ശിക്ഷ എന്ന് പറയുന്നത് എപ്പോഴും പാപത്തോട് ബന്ധപ്പെട്ടിട്ടാണ്. നാം പാപം ചെയ്തു പോയാൽ തീർച്ചയായിട്ടും മനുഷ്യൻ പാപം ചെയ്യുവാനായിട്ടുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. പാപം ചെയ്തു പോയാൽ നമ്മുടെ കർത്താവ് പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ട് അവിടെ വസിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരം കർത്താവ് ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മെ ശിക്ഷ വിധിക്കുവാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ശിക്ഷ വിധിക്കാതെ ഈ ക്രിസ്തുവേശുവിൽ വസിക്കുന്നവർക്ക് ശിക്ഷയില്ലാതെ ഇരിക്കുന്നു എന്നുള്ളതിൻ്റെ കാരണം, ക്രിസ്തുവേശുവിൽ വസിക്കുന്നവർക്ക് വേണ്ടി ക്രിസ്തു ദൈവസന്നിധിയിൽ അവൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന പാപങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത് ഒരു പാപത്തിൽ അകപ്പെട്ടു പോയാൽ, ഈ പാപം ചെയ്താൽ എന്നുള്ളതിനേക്കാൾ പാപത്തിൽ അകപ്പെട്ടു പോയാൽ എന്നുള്ള പദമാണ് ഞാൻ ഉപയോഗിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം പാപം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് മനഃപൂർവ്വമായിട്ടുള്ള തീരുമാനത്തിൽ നിന്ന് ഉളവാകുന്നതും ഒരു കഠിനപ്പെട്ട ഹൃദയത്തിൽ നിന്ന് ഉരുവാകുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. ആലോചിച്ച് തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ അകപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വ്യത്യാസമുണ്ട്. നമ്മൾ ഒരു കെണിയിലൊക്കെ ആളുകൾ പോയി അകപ്പെടുകയാണ് ചെയ്യുന്നത്, കെണിയുണ്ടെന്ന് അറിയുന്നില്ല. അതുപോലെ അകപ്പെട്ടു പോവുക എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം യോഗ്യമായിട്ടുള്ളൊരു കാര്യം. ആലോചിച്ച് തീരുമാനിച്ച് മനഃപൂർവ്വമായി പാപം ചെയ്യുന്ന ആളുകളുടെ വിശ്വാസത്തെയും അവരിലുള്ള ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്തെയും നമ്മൾ യഥാർത്ഥത്തിൽ സംശയിക്കേണ്ടത് ഉണ്ട്. അപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ് പക്ഷപാതം ചെയ്യുന്നത്? നാം പാപത്തിൽ അകപ്പെട്ടു പോയാൽ കർത്താവ് നമുക്ക് വേണ്ടി പിതാവിനോട് എൻ്റെ രക്തം, ഞാൻ ചിന്തിയതായിട്ടുള്ള രക്തം, എൻ്റെ ഈ പ്രിയ സഹോദരൻ, അല്ലെ, കർത്താവിന് നമ്മൾ സഹോദരന്മാരാണ്, സഹോദരൻ അല്ലെങ്കിൽ സഹോദരിയുടെ പാപത്തിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ അകപ്പെട്ടു പോയ പാപത്തിൻ്റെയും കൂടി പരിഹാരത്തിനാണ്. അതുകൊണ്ട് അത് കണക്കാക്കണം, അത് കണക്കിടണം എന്നുള്ളതാണ് കർത്താവായ യേശു ക്രിസ്തു പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത്. അതല്ലാതെ മറ്റ് എന്തെങ്കിലും ഭൗതിക കാര്യങ്ങളെക്കുറിച്ചല്ല എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതും ആവശ്യമാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഏതെങ്കിലും ഒരു പാപത്തിൽ, നമ്മുടെ അശ്രദ്ധമായ ജീവിതത്തിൻ്റെ ഫലമായിട്ട് നമ്മളൊരു പാപത്തിൽ പെട്ടു, നമ്മൾ കർത്താവിൻ്റെ അടുക്കൽ ചെന്നു, കർത്താവ് പിതാവിൻ്റെ അടുക്കൽ ചെല്ലുന്നു. ഞാനതൊരു ആലങ്കാരികമായ ഒരു മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഭാഷയിലങ്ങ് പറയുകയാണ്. ഉടനെ പിതാവിനോട് പറഞ്ഞു, പിതാവേ, സുജോയോട് ക്ഷമിക്കണം, അവൻ തെറ്റിപ്പോയി, ഞാൻ ചിന്തിയതായിട്ടുള്ള രക്തം സുജോയ്ക്ക് വേണ്ടി കൂടി അങ്ങ് കണക്കിടണമെന്ന് പറഞ്ഞു. ഇങ്ങനെ കൂടെ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാനായിട്ട് പിതാവിൻ്റെ സന്നിധിയിൽ ആവശ്യം വരുത്തുന്ന നമ്മളെ സംബന്ധിക്കുന്ന കാര്യം, അല്ലെങ്കിൽ നമ്മളുടെ ഒരു അവസ്ഥ എന്തായിരിക്കും എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മൾ ഓരോ പാപവും യഥാർത്ഥത്തിൽ കർത്താവിനെ വേദനിപ്പിക്കുന്നതാണ്. അത് എന്തുകൊണ്ടാണ് വേദനിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കർത്താവിൻ്റെ സഹോദരന്മാരായതുകൊണ്ടാണ്, അല്ലെ. നമുക്ക് വളരെ വേണ്ടപ്പെട്ടതായിട്ടുള്ള ആളുകൾ നമ്മളോട് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ തിന്മ കാണിച്ചാൽ, നമ്മളോട് സ്നേഹക്കുറവ് കാണിച്ചാൽ നമുക്കത് ഭയങ്കര വിഷമമാണ്. എന്നാൽ നമ്മളുമായിട്ട് പ്രത്യേകിച്ച് ഒരു ബന്ധവുമില്ല, വഴിയിൽ എവിടെയോ വെച്ച് കണ്ടു, അവരെന്തെങ്കിലും ഒന്ന് പറഞ്ഞേച്ച് പോയി, അവരല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കാണിച്ചു, അതൊന്നും നമ്മളെ അങ്ങനെ ബാധിക്കുകയില്ല. എന്നാൽ നാം പ്രിയപ്പെടുന്നതായിട്ടുള്ള ആളുകൾ നമ്മളെ വേദനിക്കുമ്പോൾ അതൊരു വലിയ ആഴത്തിലുള്ളൊരു മുറിവായിട്ട് തീരുന്നു.
അപ്പോൾ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന പിതാവ്, നമുക്ക് വേണ്ടി ആ കാൽവരിയിൽ നമ്മുടെ മനുഷ്യവർഗത്തിൻ്റെ പാപമെല്ലാം ഏറ്റെടുത്തുകൊണ്ട് മരിച്ചവനായിട്ടുള്ള നമ്മുടെ കർത്താവ് അങ്ങനെ അത്രത്തോളം നമ്മെ സ്നേഹിച്ചു. ആ കർത്താവിൻ്റെ സന്നിധിയിൽ നാം പാപത്തിൽ അകപ്പെട്ട്, പാപം മനഃപൂർവ്വമായോ അതല്ലെങ്കിൽ നമ്മുടെ ഗൗരവമില്ലാത്ത ജീവിതശൈലിയുടെ ഭാഗമായിട്ടോ പാപത്തിൽ അകപ്പെട്ടു പോയാൽ അത് പലപ്പോഴും ദൈവത്തെ ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമായിട്ടിരിക്കുന്നു. നമ്മെ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ ലോകത്തിലുള്ള ആരുമല്ല, ത്രിയേക ദൈവമാണ് നമ്മെ ഏറ്റവും അധികം സ്നേഹിക്കുന്നത്. അപ്പോൾ ആ ദൈവത്തെ ദുഃഖിപ്പിക്കാതിരിക്കുക എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതായ കാര്യം. അപ്പോൾ ശിക്ഷ വിധിക്കുവാനായിട്ട് ആർക്കും കഴിയുകയില്ല. കാരണം എന്താണ്? നമ്മൾ പാപം ചെയ്താലാണ് ശിക്ഷ. ആ പാപത്തിന് പരിഹാരം കർത്താവായ യേശുക്രിസ്തു പിതാവിൻ്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ട് പരിഹാരം ഉണ്ടാക്കിയിരിക്കുന്നു. പിന്നെ അടുത്തതായിട്ട് 35-ാമത്തെ വാക്യത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുന്നതാർ. അപ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാനായിട്ട് ആർക്ക് സാധിക്കും? ആർക്ക് സാധിക്കും? അവിടെ എഴുതിയിരിക്കുന്നത് കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. ഇതിനകത്ത് ഒരുവിധം മനുഷ്യനെ ബാധിക്കുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വരാവുന്ന കഷ്ടത എന്ന് പറയുന്നത് കൊണ്ട് രോഗങ്ങളാവാം, അതുപോലെയുള്ള പ്രശ്നങ്ങളാകാം, സങ്കടം, അല്ലേ? നമ്മൾ സങ്കടപ്പെടാനായിട്ടുള്ള സാധ്യതകൾ നമ്മുടെ ജീവിതത്തിൽ ധാരാളമുണ്ട്. അതുപോലെ തന്നെ ഉപദ്രവം, പട്ടിണി, നഗ്നത, ആപത്ത്, വാള് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നമ്മളെ ആരെങ്കിലും വാള് കാണിക്കുന്നു എന്നുള്ളതല്ല, മറിച്ച് വാളിനാൽ കൊല്ലപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു വാളുമായിട്ട് വന്ന് നമ്മെ വെട്ടി നമ്മളെ കൊല്ലുവാൻ തുനിഞ്ഞാൽ പോലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാനായിട്ട് കഴിയുകയില്ല എന്നാണ് ഇവിടെ അപ്പസ്തോലനായ പൗലോസ് പറയുന്നത്. കാരണം നാം നമ്മുടെ ജീവനെ അങ്ങനെ വലിയ പ്രാധാന്യമായിട്ട് കാണുന്നില്ല. നാം നോക്കുന്നത് നിത്യതയിലേക്കാണ്. നാം അതിനെക്കുറിച്ച് ഇതിനു മുമ്പ് പഠിച്ച വേദഭാഗങ്ങളിൽ നാം അതിനെക്കുറിച്ച് പഠിക്കുകയുണ്ടായി. നാം എങ്ങോട്ടാണ് കാത്തിരിക്കുന്നത്? പ്രത്യാശയാലല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കാണുന്ന പ്രത്യാശയല്ല, ഒരുത്തും കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. അപ്പം നമ്മുടെ കാത്തിരിപ്പ് എന്ന് പറയുന്നത്, ക്ഷമയോടുകൂടിയുള്ള കാത്തിരിപ്പ് എന്ന് പറയുന്നത് കർത്താവിനോട് കൂടെ നാം ആയിരിക്കുന്ന ആ ഒരു സമയത്തേക്കാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൽ സംഭവിക്കുന്നതായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും അതിൽ നിന്ന് നമ്മളെ വേർപിരിക്കുവാനായിട്ട് കഴിയില്ല, സാധിക്കാൻ പാടില്ല എന്നുള്ളതാണ് ശരി. കാരണം ഈ ലോകത്തിലുള്ള എല്ലാം നമ്മെ തന്നെ ത്യജിച്ചിട്ടാണല്ലോ നാം കർത്താവിൻ്റെ പിന്നാലെ പോയത്. നമ്മെ തന്നെ നാം ത്യജിച്ചുവെങ്കിൽ പിന്നെ നമ്മളുടെ സമ്പൂർണ്ണ ഉത്തരവാദിത്വവും നമ്മളുടെ സുരക്ഷിതത്വമാണെങ്കിലും നമ്മളെ സംബന്ധിക്കുന്ന ദൈവിക പരിപാടിയാണെങ്കിലും നമ്മളെ സംബന്ധിക്കുന്ന എല്ലാ ഉത്തരവാദിത്വങ്ങളും ദൈവത്തിനുള്ളതാണ്. നാം ദൈവത്തിൻ്റെ സ്വന്തമായി തീർന്നു. നാം ദൈവത്തിൻ്റെ സ്വന്തമായി തീർന്നുവെങ്കിൽ നമ്മെ സംബന്ധിക്കുന്ന എല്ലാ ഉത്തരവാദിത്വവും ദൈവം വഹിക്കേണ്ടത് ആവശ്യമാണ്, ദൈവം വഹിക്കുകയും ചെയ്യും. അപ്പോൾ ദൈവം നമ്മെ ഒരുപക്ഷെ ചില പരിശോധനകളിലൂടെയൊക്കെ കടത്തിവിടും. പരിശോധനകളിലൂടെ മാത്രമാണ് നമ്മളുടെ ജീവിതത്തിലെ ശുദ്ധീകരണം എന്ന് പറയുന്നത്. ദൈവം അത് നമ്മുടെ ശുദ്ധീകരണത്തിനായിട്ട് വെച്ചിരിക്കുന്ന വഴി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ പരിശോധനകളാണ്. അതുകൊണ്ട് പരിശോധന സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നൊക്കെ നമ്മൾ വായിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമ്മെ വേർപിരിക്കുന്നതാർ. പലപ്പോഴും നമ്മൾ ലോകത്തിലേക്ക് ശ്രദ്ധിച്ചാൽ, നമ്മുടെ ജീവിതത്തെ തന്നെ നമ്മൾ പരിശോധിച്ചാൽ, ഒരു സങ്കടം വരുമ്പോൾ, വാള് എന്ന് പറയുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ, ഒരു സങ്കടം വന്നാൽ പോലും നാം പെട്ടെന്ന് തന്നെ കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് പിന്മാറുന്ന ആളുകളാണോ? നാം പിന്നെ പ്രാർത്ഥനയില്ല, വചനവായനയില്ല, കൂട്ടായ്മയില്ല, അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് നാം മാറിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ആളുകളാണ് പൊതുവെ എനിക്കറിയാം ഒത്തിരി ആളുകൾ ഈ ലോകത്തിൽ
നിസ്സാരങ്ങളായിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ ആശയാഭിലാഷങ്ങൾ സാധിക്കാത്തതുകൊണ്ട് ദൈവസഭയെയും ദൈവത്തെയും ഒക്കെ വിട്ട് പോയതായിട്ട്, ചെറിയ നേട്ടങ്ങൾക്കായിട്ട് പോയതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്കറിയാമല്ലോ, മറിയ ഒരു വെങ്കൽ ഭരണി നിറയെ പരിമള തൈലം കൊണ്ടുവന്ന കർത്താവിൻ്റെ കാൽക്കൽ പൂശി അത് മുഴുവൻ പൊട്ടിച്ചു. അതിനെക്കുറിച്ച് പറയുന്നത് 300-ലധികം വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാവുന്നതായിരുന്നു അത് എന്നാണ് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. 300-ലധികം വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അത്രയും വിലയുള്ള ഒരു കാര്യത്തെ കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി ഒരു സ്ത്രീ ഉപയോഗിച്ചു. എന്നാൽ ഈ കർത്താവിനെ ഒറ്റ കൊടുത്തത് കേവലം അതിൻ്റെ 10-1 മാത്രമുള്ള 30 വെള്ളിക്കാശിനാണ് യൂദാസ്. എത്രയോ ഒരു വൈരുദ്ധ്യമാണ് അവരുടെ ജീവിതത്തിൽ എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ കർത്താവിനെ സ്നേഹിക്കുന്ന ആളുകൾ കർത്താവിന് വേണ്ടി എന്ത് നഷ്ടവും കഷ്ടവും സഹിക്കാനായിട്ട് അവർ തയ്യാറാകും. എന്നാൽ കർത്താവിനെ നമ്മുടെ കാര്യസാധ്യത്തിനായിട്ടാണ് നാം ഉപയോഗിക്കുന്നത് കാണുന്നതെങ്കിൽ കർത്താവിനെ നാം ഒറ്റുകൊടുക്കുന്ന ആളുകളായിട്ട് തീരും. പലപ്പോഴും ദൈവവചനത്തിൻ്റെ പ്രമാണങ്ങളൊക്കെ നാം മറന്നും അവിശ്വസിച്ചും പോകുന്നത് ചില്ലറ ലാഭങ്ങളുടെ പുറകെയാണ്. വലിയ ലാഭം ഒന്നും ഉണ്ടായിട്ടല്ല. ഇനിയിപ്പോൾ ഈ ലോകത്തിൽ എന്ത് ലാഭം ഉണ്ടായാൽ പോലും അത് കേവലം താൽക്കാലികമായിട്ടുള്ള ലാഭങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് നമുക്കറിയാമല്ലോ. നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോലും മനുഷ്യര് ദൈവിക പ്രമാണങ്ങളെ ലംഘിക്കുമ്പോൾ അത് യൂദാസ് ചെയ്തതുപോലെ 30 വെള്ളിക്കാശിന് കർത്താവിനെ തള്ളിപ്പറഞ്ഞ അല്ലെങ്കിൽ ഒറ്റിക്കൊടുത്തതിന് തുല്യമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ഇതൊക്കെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുകയില്ല എന്ന് പറയുമ്പോൾ ഇതൊക്കെ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതിന് മറുവശം അതാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. ഇതൊക്കെ സംഭവിച്ചാലും ഇതൊന്നും ക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ നിന്നും നമ്മെ വേർപിരിക്കുവാൻ കഴിയുകയില്ല. അപ്പോൾ ദൈവത്തിൽ ഒരാൾ വിശ്വസിച്ച് കർത്താവിൻ്റെ പിന്നാലെ പോയാൽ ഈ ലോകത്തിൽ യാതൊരു വക വാഗ്ദത്തങ്ങളും നമുക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ലോകത്തിൽ നമുക്ക് ഒരു വാഗ്ദത്തങ്ങളുമില്ല. ഇവിടെ ഉപദ്രവമുണ്ട്, കഷ്ടതയുണ്ട്, നഗ്നതയുണ്ട്. ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപദ്രവം ഉണ്ടാകും. ചിലർക്കുണ്ടാകുമെന്നല്ല, എല്ലാവർക്കും ഉണ്ടാകുമെന്ന് തന്നെയാണ് വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 30-ാമത്തെ വാക്യം, നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഇതാണ് ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. കർത്താവിനെ പ്രതി ഇടപെടാതെ കൊല്ലുന്നു. അതെങ്ങനെയാണ് കൊല്ലുക എന്ന് പറഞ്ഞാൽ? അത് ഒരല്പ സമയം കൊണ്ടാണല്ലോ കൊലപാതകം നടക്കുന്നത്. ഇടപെടാതെ കൊല്ലുന്നു എന്ന് പറഞ്ഞാൽ മരണകരമായ ജീവിത സാഹചര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ കൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോൾ അറുപ്പാനുള്ള ആടുകളെ പോലെ എണ്ണുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഒരാടിനെ കൊണ്ടുപോയി അറുക്കാൻ നിർത്തിയിരിക്കുന്നു, ഏത് സമയത്തും അതിനെ അറക്കാം. അപ്പോൾ നമ്മളുടെ ജീവിതം, ഈ ലോകത്തിലെ ജീവിതം എന്ന് പറയുന്നത് ഒരു അറുക്കാനായി കൊണ്ടു നിർത്തിയിരിക്കുന്ന ഒരു ആടിനെ പോലെയാണ്. ഏത് സമയത്തും കൊല്ലപ്പെടാം. കൊന്നു കഴിഞ്ഞാൽ അതപ്പം തീരുമായിരുന്നു. പക്ഷേ ഈ കൊലപാതകം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതിനുള്ള ഇരിപ്പാണ് യഥാർത്ഥത്തിലുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ നാം വസിക്കുകയും കർത്താവ് നമ്മിൽ വസിക്കുകയും ചെയ്യുമ്പോൾ അതിനുള്ള എല്ലാ ശക്തിയും, ഇതിനെല്ലാം അതിജീവിക്കാനായിട്ടുള്ള ശക്തിയും ബലവും നമുക്ക് നൽകുന്നത് ദൈവമാണ്. 37-ാമത്തെ വാക്യത്തിൽ, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. അപ്പോൾ ആര് മുഖാന്തരമാണ് ഇങ്ങനെ ഏത് കഷ്ടത വന്നാലും അവിടെ വിജയം പ്രാപിക്കുവാനായിട്ട് കഴിയുന്നത്? നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം, കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം, പിതാവായ ദൈവം മുഖാന്തരം നമുക്ക് ഈ നിലയിലുള്ള ഒരു അറുക്കാനുള്ള കുഞ്ഞാടിനെ പോലെ, ഒരാടിനെ പോലെ നമ്മളെ നിർത്തിയിരിക്കുകയാണെങ്കിലും, ഈ ലോകത്തിൽ നമ്മൾ ഏതെല്ലാം കഷ്ടങ്ങളിലൂടെ കടന്നു പോവുകയാണെങ്കിലും നമുക്ക് ജയം പ്രാപിക്കാൻ സാധ്യതയുണ്ട് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ജയം പ്രാപിക്കുവാനായിട്ട് ജയം കിട്ടുമെന്നുമല്ല പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് ശ്രദ്ധിക്കണം. ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഇതിലൊക്കെയും പൂർണ്ണ ജയം, അതായത് പരാജയത്തിൻ്റെതായിട്ടുള്ള ഒരു അവസ്ഥ ഒരിക്കലും നമുക്ക് ഉണ്ടാവാൻ ആവശ്യമില്ല. പക്ഷെ നാം ഒരു വ്യവസ്ഥയുണ്ട് ഇതിനകത്ത്. നമ്മെ സ്നേഹിച്ചവൻ്റെ സ്നേഹത്തിൽ നാം വസിക്കേണ്ടത് ആവശ്യമാണ്.
ഇന്ന് അനേകരും ഈ ദൈവസ്നേഹത്തിൽ വസിക്കാതെ, ദൈവസ്നേഹത്തിൽ വസിക്കുന്നത് അവൻ്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ടാണ്, അവൻ്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടുകൊണ്ടാണ് ദൈവസ്നേഹത്തിൽ നാം വസിക്കുന്നത്. അതൊക്കെ വിട്ടുകളഞ്ഞിട്ട് അതൊക്കെ നിസ്സാരമായിട്ട് എണ്ണി തങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുകയും സ്വന്തം സ്വാർത്ഥതയ്ക്ക് അനുസരിച്ച് ജീവിക്കുകയും ചെയ്തിട്ട് ദൈവം എന്നെ കാത്തുകൊള്ളും എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് മാത്രമാണ് ഈ വാഗ്ദത്തങ്ങൾ ഉള്ളത് എന്നുള്ളത് നമുക്ക് കാണാമല്ലോ. അപ്പോൾ ഏത് പ്രതിസന്ധി വന്നാലും അവിടെ ഒരു സമ്പൂർണ്ണ വിജയത്തിനുള്ള സാധ്യത നമ്മുടെ മുമ്പിൽ ദൈവം വെച്ചിട്ടുണ്ട്. ആ വിജയം എന്ന് പറയുന്നത് കർത്താവിന് നമ്മളിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള പരിപാടിയിൽ ഉണ്ടാകുന്ന ഒരു വിജയമാണ്. ഒരു സഹോദരൻ, ഒരു ദൈവത്തിന് തൻ്റെ ഒരു മകനെക്കുറിച്ചോ മകളെക്കുറിച്ചോ അവൻ്റെ ജീവിതത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതായിട്ടുള്ള പരിപാടിയുടെ പൂർത്തീകരണമാണ് ഇവിടെ വിജയം എന്ന് പറയുന്നത്. അത് ഒരുപക്ഷെ മരണത്തിലൂടെയാകാം, കഷ്ടതയിലൂടെ കടന്നു പോകുന്നതിലൂടെയാകാം, രോഗത്തിലൂടെ കടന്നു പോകുന്നതിലൂടെയാകാം. അതിലൂടെയൊക്കെ നാം കടന്നു പോകുമ്പോൾ അവിടെ ആത്യന്തികമായിട്ട് നമുക്കൊരു വിജയം, ആ വിജയം എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു ശത്രുവിൻ്റെ മേൽ, ഒരുപക്ഷെ നമുക്ക് ശത്രുക്കളില്ല, ശത്രുക്കളെയും സ്നേഹിക്കണം എന്നുള്ളതാണ് നമുക്ക് പ്രമാണം എന്ന് പറയുന്നത്. ഈ ലോകത്തിൽ ഏതെങ്കിലും നിലയിൽ കിട്ടുന്നതായിട്ടുള്ള ഭൗതിക വിജയത്തെക്കുറിച്ചല്ല. ഇവിടെ വിജയം എന്ന് പറഞ്ഞാൽ, പൂർണ്ണ വിജയം എന്ന് പറഞ്ഞാൽ അത് ദൈവേഷ്ടം നമ്മളിൽ പൂർത്തിയാക്കുന്ന ഒരു പരിപാടി എന്നുള്ള നിലയിലാണ്. അപ്പോൾ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്കും പൂർണ്ണ ജയം പ്രാപിക്കാനുള്ള സാധ്യത ദൈവത്തിന് മുമ്പാകെ നമുക്കുണ്ട്. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. നാം ഈ വചനം പഠിക്കുന്നത് വഴി ദൈവത്തിൻ്റെ നമ്മെ സംബന്ധിക്കുന്നതായിട്ടുള്ള പരിപാടികൾ, ദൈവം വെച്ചിരിക്കുന്നതായിട്ടുള്ള വഴിയിലൂടെ നടക്കുന്നത് വഴി നമ്മൾ പൂർത്തിയാക്കുവാൻ ദൈവം ഇടയാക്കട്ടെ. അവൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.